ബ്രഹ്മപുരം തീപിടുത്തത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെന്ന് ഹൈക്കോടതി. അധികൃതർ കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും കൊച്ചിയിൽ ഗ്യാസ് ചേമ്പറിലെ അവസ്ഥയെന്നും പരാമർശം. അതേസമയം മാലിന്യ പ്ലാന്റിൽ പുക ശമിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ 6ാം ദിവസവും തുടരുകയാണ്. വിശദാംശങ്ങൾ അജി കുഞ്ഞുമോൻ നൽകും. അജി, ഇതൊരു ഗ്യാസ് ചേമ്പറിലെ അവസ്ഥ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഫിജി, ആദ്യം നമുക്ക് ഹൈക്കോടതിയിലേക്ക് പോകാം. ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു കോർപ്പറേഷനെ നന്നാക്കാൻ. അങ്ങനെ വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. കൊച്ചിയിലെ ഈ മാലിന്യ സംസ്കരണ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നാളെ തന്നെ കളക്ടറും മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാനും ഹാജരാകണം. മറുപടി വ്യക്തമല്ലെങ്കിൽ അച്ചടക്ക നടപടി എടുക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. 3 മാസത്തിനകം മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കണം. തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കൊച്ചി നഗരസഭാ സെക്രട്ടറി നേരിട്ട് ഹാജരായി. ഇന്ന് 1:45 ഹാജരാകണം എന്ന് കോടതി പറഞ്ഞിരുന്നു. നഗരസഭയ്ക്ക് ഹൈക്കോടതിയുടെ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേഷന് ഒരു ഉത്തരവാദിത്വമില്ല. തീപിടുത്തം അപകടമാണോ അതോ മനുഷ്യനിർമ്മിതമാണോ എന്ന കോടതിയുടെ ചോദ്യമുണ്ട്. ബ്രഹ്മപുരത്തെ തീ പൂർണ്ണമായും അണച്ചെന്ന് കോർപ്പറേഷൻ ഹൈക്കോടതി പറയുമ്പോൾ ഈ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ തീപിടുത്തം മനുഷ്യനിർമ്മിതമാണോ എന്ന് ഈ ഹൈക്കോടതി തിരിച്ച് കോർപ്പറേഷനോട് ചോദിക്കുകയാണ്. ഈ ബ്രഹ്മപുരത്തെ തീ പൂർണ്ണമായും അണച്ചെന്നാണ് കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ത്രിതല നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതായി കോടതി പറഞ്ഞിരിക്കുന്നു. 3 എക്സ്ക്യൂറിമാരെ നിയമിക്കുമെന്നും കോടതി നിയമം അനുസരിക്കാത്ത ആരെയും വെറുതെ വിടില്ലെന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുന്നു. അതായത് കോർപ്പറേഷനെ നന്നാക്കാൻ ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സമയക്രമം പാലിക്കാനായില്ല എന്നും ചെയർമാൻ പറഞ്ഞു. 7 വർഷമായി നോട്ടീസ് നൽകിയിട്ടും കോർപ്പറേഷൻ നടപടിയെടുത്തില്ല. 2016 നോട്ടീസ് നൽകിയെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യക്തമാക്കി. കൊച്ചിയിൽ മലിനീകരണ തോത് കൂടുതലാണെന്നും ചെയർമാൻ പറയുന്നു. ഇതാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തകൾ. ഇനിയും ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർമാന്റെ വാക്കുകൾ നമ്മൾ കടമെടുക്കുകയാണ്. ആ കടമെടുത്ത വാക്കുകൾ പറയുമ്പോൾ കൊച്ചിയുടെ അവസ്ഥ അതിരൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ അടക്കം അന്തരീക്ഷത്തിലെ വായു മലിനീകരണത്തിന്റെ തോത് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇത് അപകടകരമാണ്. മാരകമായ രോഗങ്ങൾ, ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബ്രഹ്മപുരത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ബ്രഹ്മപുരത്തേക്ക് പോകുമ്പോൾ ബ്രഹ്മപുരത്ത് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്രഹ്മപുരത്ത് ഇന്ന് വ്യോമസേനയും നാവികസേനയും സംയുക്തമായി ഹെലികോപ്റ്ററിൽ വെള്ളം തളിക്കുന്ന ഒരു സമീപനമായിരുന്നു ബ്രഹ്മപുരത്ത് നടന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞുവെങ്കിലും പുക ഇതുവരെയും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തീ പൂർണ്ണമായും ഇന്നലെ വൈകുന്നേരത്തോടുകൂടെ തന്നെ കെടുത്തി. പക്ഷേ പുകയ്ക്ക് കുറവില്ല. ഇന്നും വലിയ രീതിയിലുള്ള പുകകളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും നേരെ നമ്മൾ കൊച്ചിയിലെ നഗരങ്ങളിലേക്ക് വരികയാണെങ്കിൽ കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കം നിലച്ചിട്ട് 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും വീടുകളിലും ഹോട്ടലുകളിലും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ഇത് കോർപ്പറേഷൻ കൊണ്ടുപോകാനുള്ള നടപടികൾ ഒന്നും തന്നെ ആയിട്ടില്ല. ഇവിടെ കോർപ്പറേഷനെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ഈ മാലിന്യങ്ങൾ കൊണ്ടുവരാൻ ജനകീയ പ്രതിരോധ സമിതി അനുവദിക്കുന്നില്ല. അവർ സമരത്തിലേക്കാണ്. വാഹനങ്ങൾ ഇനി പ്ലാന്റിൽ പ്രവേശിച്ചാൽ തടയുമെന്നുള്ള രീതിയാണ് അവിടെ ജനകീയ സമരസമിതി എടുത്തിരിക്കുന്ന തീരുമാനം. ഒപ്പം തന്നെ മാലിന്യം എടുക്കാനുള്ള മറ്റ് പോംവഴികൾ ഒന്നും തന്നെ ആരായാൻ ഇപ്പോൾ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. തികച്ചും കോർപ്പറേഷൻ 3 ദിവസമായി, പ്രത്യേകിച്ച് ഇന്ന് ഹൈക്കോടതിയുടെ പരാമർശം വന്നതോടുകൂടി തന്നെ കോർപ്പറേഷൻ പൂർണ്ണമായി നിശ്ചലമായി. അതായത് ഈ മേയർ അടക്കമുള്ളവർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ, വിവാദങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നതോടെ, പരാമർശങ്ങൾ കൂടി പുറത്തു വന്നതോടെ കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികളാണ് നേരിടുന്നത്. ഈ പുക അണയ്ക്കുവാനുള്ള, അതായത് പുക നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. എത്രത്തോളം വെള്ളം തളിച്ചു കഴിഞ്ഞാലും ഒരു ഫയർ എഞ്ചിൻ്റെ സംഭരണ ശേഷി 40,000 ലിറ്റർ ആണ്. ആ 40,000 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ പോലും ഈ പുക അണയുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. ഇപ്പോൾ പക്ഷേ ബ്രഹ്മപുരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നാവികസേനയുടെയും വ്യോമസേനയുടെയും സംയുക്ത ഒരു
ദൗത്യത്തിന്റെ ഭാഗമായി ഈ പുകയ്ക്ക് ഇന്നലെ പുകയുടെ തോത് കൂടുതലായിരുന്നുവെങ്കിൽ ഇന്ന് പുകയുടെ തോത് വളരെ കുറഞ്ഞു, അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആശങ്കകൾ വേണ്ട. പക്ഷേ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് സംബന്ധിച്ച് പറയുന്നത് ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം ഇത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കത്തുന്നത്. ശ്വാസകോശ പ്രശ്നങ്ങൾ അടക്കമുള്ള രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരടക്കം പറയുന്നത്. ഫിജി. ശരി അജി.